ഈ സങ്കീർത്തനം നമ്മൾ ആ യഹോവയെ ഭയപ്പെടുന്നു എങ്കിൽ നമുക്കുണ്ടാവുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പൊ ഇതിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. വഴികളിൽ നടക്കുക എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കമാൻഡ്മെന്റ്സും ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അവന്റെ പാതയിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാന്മാരാണെന്നാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. ഇതിൽ എന്താണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എന്താണ് ഈ ഭാഗ്യം? അപ്പൊ അതാണ് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇത് ധാരാളം പണം അല്ലെങ്കിൽ വീട്, സ്വത്ത് ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ എല്ലാ കമാൻഡ്മെന്റ്സും ഫോളോ ചെയ്യാറുണ്ട്, പക്ഷെ ദൈവമേ എന്താണ് എനിക്കൊന്നും തരാത്തതെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ കർത്താവ് അവിടെ രണ്ടാമത്തെ വാക്യത്തില് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പൊ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നീ അധ്വാനിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ നിന്റെ ബലം, അധ്വാനിക്കുന്നതിന്റെ ബലം തിന്നുവാൻ കഴിയുമെന്ന് കർത്താവ് ഇവിടെ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മള് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവം എല്ലാം നൽകി തരും എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമുക്ക് ഒന്നും കിട്ടുകയില്ല. പക്ഷെ നമ്മുടെ അധ്വാന ഫലം മറ്റുള്ള ഒരാൾ എടുക്കാതെ നമുക്ക് അത് തന്നെ നമുക്ക് കിട്ടുമെന്നാണ് കർത്താവ് പറയുന്നത്. ആ ഭാഗ്യാവസ്ഥ നമുക്ക് കർത്താവ് ഒന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത ഭാഗ്യാവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ സ്റ്റെബിലിറ്റിയും ഫാമിലി ഓർഡറും. ലൈക്ക് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയെ കർത്താവ് നമുക്കൊരു ഭാഗ്യമായി നൽകിയിരിക്കുകയാണ്. ആ 3-ാമത്തെ വാക്യത്തിൽ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. അപ്പൊ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന അടുത്ത ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് സന്തോഷമുള്ള കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട മക്കളും. ഇതാണ് നമുക്ക് കർത്താവിനെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും നൽകുന്ന അടുത്ത ഭാഗ്യാവസ്ഥയാണ് സന്തോഷമുള്ള ഒരു കുടുംബം, വളർച്ചയുള്ള ഒരു കുടുംബം. ഇവിടെ ഭാര്യയെ മുന്തിരിവള്ളി എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മൾ യോഹന്നാൻ 15:5 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവ് മുന്തിരിവള്ളിയോടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ നമ്മളിവിടെ ഒരു പാർട്ട്ണർഷിപ്പിനെയാണ് കാണിക്കുന്നത്, മുന്തിരിയും കൊമ്പും. അപ്പോൾ ഒരു വൈഫ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിനെയും ഒരു ഗ്രോത്തിനെയും ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബലം പുറപ്പെടുവിക്കുന്ന ഒരു ഭാര്യ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യാവസ്ഥയാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല ഇൻസിഡൻസും പല പ്രശ്നങ്ങളും. അപ്പോൾ ബലം പ്രകടിപ്പിക്കുന്ന ഒരു മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയാണ്. നമ്മൾ പ്രൊവേർബ്സ് 14:1 സദൃശവാക്യം 14:1 ഇങ്ങനെ വായിക്കുന്നു, അപ്പൊ ഒരു സ്ത്രീ വിചാരിച്ചാൽ വീട് പണിയാനും പറ്റും, അത് പൊളിക്കാനും പറ്റും. അപ്പോ നമുക്ക് ഒരു ബലം പുറപ്പെടുവിക്കുന്ന ഒരു മുന്തിരിവള്ളി എന്ന് പറയുന്നത്, ഒരു വീടിനെ പണിയാൻ കഴിയുന്ന ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറയുന്നത്, അതും നമുക്ക് കർത്താവിന്റെ ഭയപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യാവസ്ഥയാണ്. പിന്നെ അടുത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നു, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഇവിടെ ഒലിവ് തൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് മക്കളെ ഒരു ഒലിവ് തൈ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ അറൌണ്ട് 100 to 1000 years ആണ്. അപ്പോൾ ലോങ് ലെഗസിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ടേബിളിന് അറൌണ്ട് യുവർ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഒബീഡിയൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഒലിവിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഒലിവ്, ഒരു വൺ ഓഫ് ദി പ്യൂറസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓയിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോ ഈ മക്കളെ ദൈവം ഇവിടെ ഒലിവ് തൈകൾക്ക് പോലെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അതൊരു ഭാഗ്യാവസ്ഥയാണ്. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, അനുസരണമുള്ള മക്കൾ. കർത്താവ് നമുക്ക് ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു ഭാഗ്യാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗ്യാവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത ഭാഗ്യാവസ്ഥ ദൈവത്തിൽ നിന്നും നമുക്ക് നേരിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ്സ്. അതാണ് നമുക്ക് ദൈവം അടുത്ത വാക്യത്തിൽ
5-6 വാക്യങ്ങളിൽ അത് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് മേൽ സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. നമുക്ക് യഹോവയെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് ഡയറക്റ്റ് ആയിട്ടൊരു ബ്ലെസ്സിങ്. അപ്പൊ ഇവിടെ യെരൂശലേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ചർച്ച്, ഇതിനെയൊക്കെയാണ് യെരൂശലേം എന്ന് കർത്താവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭാഗ്യവാനാണെങ്കിൽ നമ്മൾ അത് നമ്മുടെ ചർച്ചിനെയും ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ കമ്മ്യൂണിറ്റിയും ദൈവം അനുഗ്രഹിക്കുമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗ്യാവസ്ഥ നേടണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഭയപ്പെടണം. അത് നമുക്ക് വേറൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സമാധാനവും ദീർഘായുസും. അപ്പൊ മനുഷ്യനെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സമാധാനം. നമ്മൾ എന്ത് നേടിയാലും സമാധാനവും ദീർഘായുസും ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം കർത്താവ് നമുക്ക് അവനെ ഭയപ്പെടുന്നുവെങ്കിൽ നമുക്ക് അവൻ നൽകി തരുന്ന ഒരു അടുത്ത ബ്ലെസ്സിങ്സ് ആണ് ദീർഘായുസും സമാധാനം. അപ്പൊ നമുക്ക് നമ്മൾ ചിന്തിക്കാം, നമുക്ക് എങ്ങനെ ഈ ബ്ലെസ്സിങ്സ് ദൈവത്തിൽ നിന്നും നേടിയെടുക്കാം. അപ്പൊ കർത്താവ് ഫസ്റ്റ് വാക്യത്തിൽ തന്നെ പറയുന്നു, എന്നെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിലും അവന്റെ വഴികളിലും നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ ഈ അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ വഴികളിൽ നടക്കുവാൻ നമ്മളെ ഏവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ